ഹായ് കൂട്ടുകാരെ, ഇന്ന് രാവിലെ എനിക്കൊരു അമളി പറ്റിട്ടോ. എന്താന്നല്ലേ, പുട്ടും കടലയായിരുന്നു. അപ്പൊ കടലക്ക് ഭയങ്കര ഉപ്പിന്റെ നെഞ്ചായി പോയി. പിന്നെ എന്താ ചെയ്യാ, അത് നമുക്ക് കളയാൻ പറ്റൂലല്ലോ. വേഗം ഞാനെടുത്ത് അതൊന്ന് കൂട്ടുകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അതിനായിട്ട് കൂട്ടുകറിക്ക് വേണ്ടി 2 ഏത്തക്കായും പച്ച ഏത്തക്കായും ഒരു കഷ്ണം നമ്മുടെ ചേനയും കൂടി കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലോട്ട് ആ കടലയും ഇട്ട് കൊടുത്ത് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നമുക്കത് വേവിച്ചെടുക്കുമ്പോഴേക്ക് നമ്മുടെ അരപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് ഇത്തിരി കടുകും ഒരു 3-4 സ്പൂൺ ഉഴുന്ന് ഓപ്ഷനിലാട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒരു 3-4 വറ്റൽമുളകും ഒരു 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ നമ്മുടെ തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് നല്ല ചമക്കി ഒന്ന് വറുത്തെടുക്കണം. നമുക്കിത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചുമക്ക വറുത്തെടുക്കണം. ഈ ചുമക്ക വറുത്തെടുത്തതിൽ നിന്ന് നമുക്കൊരു പകുതി എടുത്തിട്ട് നമുക്ക് അരപ്പാൻ തയ്യാറാക്കണം. പകുതിയിൽ നമ്മൾ കറിയിലോട്ട് ചേർക്കാനുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പകുതി നമുക്കൊന്ന് അരിച്ചെടുക്കണം. പിന്നെ ഒരു കണക്കിന് ഞങ്ങൾ പുട്ടൊക്കെ ഒന്ന് തിന്ന് തീർത്തിട്ടോ. ചായയൊക്കെ കൂട്ടി കടിച്ചു തിന്ന്, കറിയില്ലാണ്ട് തിന്ന്. മക്കളും അതുപോലെ തന്നെ ചെയ്തു. പിന്നെ കടല കറി കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് കൂട്ടുകറി ആക്കാം. ഉച്ചത്തേക്ക് ഒരു കറി ആവൂലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ പകുതി ഇവിടെ അടിച്ച് എണ്ണയൊക്കെ തിളഞ്ഞേണ്ട. ഇനി നമുക്കത് ഈ അരപ്പാൻ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ കറിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മുടെ അരച്ച അരപ്പാൻ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് വറുത്ത് വച്ചേക്കണ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് യോജിപ്പിക്കുക. അപ്പൊ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടാ, സദ്യ സ്പെഷ്യൽ കൂട്ടുകറി. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.